വിളിക്കാം വിളിക്കാം. ആ ശരിടാ, ഓക്കെ ബൈ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. 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 നമ്മൾ ഒരേ നാട്ടുകാരായിട്ടും ഇത്രയും കാലമായി നമുക്കൊന്ന് സഹകരിക്കാൻ പറ്റില്ലെന്നുള്ള വിഷമം എനിക്കുണ്ടായിരുന്നു. ഈ സഞ്ജുക്കുട്ടൻ കാരണം അത് മാറിക്കിട്ടി. അപ്പോ സഞ്ജുക്കുട്ടൻ പറ, എന്താ നമ്മുടെ പരിപാടി? ഡാഡിക്കെതിരെ ഇത്രയും പ്രശ്നം ഉണ്ടാകാൻ കാരണം ഒരു സ്ത്രീയെ തല്ലിട്ടാണെന്ന് പറഞ്ഞല്ലേ. കോടതിയിലെ കേസ് നമുക്ക് എങ്ങനെയും ജയിക്കാന്ന് കരുതാം. പക്ഷെ പ്രശ്നം ആളുകളുടെയും പാർട്ടിയുടെയും ഇടയിലുള്ള പ്രതിച്ഛായയാണ്. ഈ കാര്യത്തിൽ ഒരാൾ പോലും ഡാഡിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ല. കാരണം മീഡിയക്കാരെല്ലാവരും സ്ത്രീ വിരുദ്ധരെന്ന് പറഞ്ഞ് മുദ്ര കുത്തും. ഇതൊക്കെ എനിക്കും അറിയാവുന്ന കാര്യമാണ്. നീ നിന്റെ പ്ലാൻ എന്തെന്ന് പറ. തോക്കി കയറി വെടിവെക്കാതെ ഡാഡി, ഞാനൊന്ന് പറയട്ടെ. ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല എന്നുള്ളതാ. മഹിമയ്ക്കെതിരെ ആളുകൾ സംസാരിക്കാൻ തുടങ്ങിയ നമ്മുടെ പ്രശ്നം തീരും. അതിനൊരു വഴിയേ ഉള്ളൂ. നമ്മൾ മഹിമയെ നാട്ടുകാരുടെ മുന്നിൽ ഒരു മോശക്കാരിയായിട്ട് കാണിക്കണം. മഞ്ജുവിന് ഞങ്ങളുടെ കുടുംബത്തിനോടുള്ള പകയെപ്പറ്റി നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അവളും മഹിമയും കൂടി ഒത്തുകളിച്ച് ഡാഡിയുടെ രാഷ്ട്രീയ ഭാവിയെ തകർക്കാൻ വേണ്ടി കളിച്ച ഒരു നാടകമാണിതെന്ന് നമ്മൾ വരുത്തി തീർക്കണം. ഐഡിയ ഒക്കെ കൊള്ളാം. പക്ഷേ ഇപ്പൊ പണ്ടത്തെ കാലമൊന്നുമല്ല. എന്തെങ്കിലുമൊക്കെ എഴുതി വിട്ടാ നാട്ടുകാർ വിശ്വസിക്കില്ല. അവരതിനെപ്പറ്റി അന്വേഷിക്കും. സംഗതി നുണയാന്ന് മനസ്സിലായ ആകെ പ്രശ്നമാകും. മത്താച്ചേട്ടൻ ആദ്യമായിട്ടൊന്നുമല്ലോ നുണ പ്രസിദ്ധീകരിക്കുന്നത്. അതല്ല മോനെ, പ്രസിദ്ധീകരിക്കുന്നത് നുണയാണെങ്കിലും അതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ കുറച്ച് സത്യങ്ങളൊക്കെ വേണം. അല്ലെങ്കിൽ മൊത്തത്തിൽ പ്രശ്നമാവും. മിക്സ് ചെയ്യാൻ പാകത്തിന് പറ്റിയ സത്യങ്ങളൊക്കെ ഞാൻ തരാം. മഹിമ പവിത്രൻ ലോഡ്ജിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. കൂടെ വന്ന കാമുകൻ ചതിച്ചാണെന്ന ഒരു സംസാരം. ഇത് മതി. ഇത് വെച്ച് ഞാൻ ഒരു കലക്കും. ഇതോടെ മഞ്ജു മഹിമയും പറയുന്ന ഒരു കാര്യവും നാട്ടുകാരോ പാർട്ടിയോ വിശ്വസിക്കരുത്. അത് ഞാൻ ഏറ്റു. ദക്ഷിണ വാർത്ത നല്ല കിടിലായിരിക്കണം. മഹിമയെക്കുറിച്ച് കേൾക്കുമ്പോ തന്നെ ആൾക്കാർക്ക് അറയ്ക്കണം. അത് എന്റെ ഗ്യാരണ്ടി. എന്നാ ശരി. ആയിക്കോട്ടെ. എങ്ങനെയുണ്ട്? എടാ, നിനക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇത്രയ്ക്കൊക്കെ നീ എങ്ങനെയാ ചിന്തിച്ചു കൂട്ടിയേ? എനിക്ക് ചിന്തിക്കാൻ കഴിവില്ലാത്തോണ്ടല്ല ഡാഡി, അതിനുള്ളൊരു അവസരം കിട്ടാത്തോണ്ടാ. ഇത് നിനക്ക് തന്നെ തോന്നിയ ഐഡിയ ആണോ? പിന്നല്ലാതെ എന്നെ ആര് സഹായിക്കാനാ ഡാഡി? വെരി ഗുഡ്. താങ്ക് യു ഡാഡി. താങ്ക്സ് മോളെ.